ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുളിങ്കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പുളിങ്കറിയാണിത്. ഈ കറി നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തിയുടെയും ദോശയുടെയും എന്തിനേറെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണ്. നല്ല എരിയും പുളിയും മസാലയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ആദ്യം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മല്ലി, 6-7 ചുവന്ന മുളക്, 4 ഗ്രാമ്പു, 1 കഷ്ണം കറുവാപ്പട്ട, 2 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിനോടൊപ്പം തന്നെ മുഴുവൻ പെരിഞ്ജീരകവും വേണം. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം മുഴുവൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് ഞാൻ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം വേണം ഈ പൊടികളൊക്കെ ചേർക്കാനായിട്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ മല്ലി മുഴുവനുള്ളതില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. വളരെ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതാ ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ച പപ്പായ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ഈ പപ്പായ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ പുളിങ്കറിക്ക് വെള്ളരിക്കയും കത്തിരിക്കയും ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പപ്പായ ഉള്ളതുകൊണ്ട് പപ്പായാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് 1 കപ്പ് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. പകുതി വേവിച്ചാൽ മതി, കാരണം നമുക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ഇനി ചേർക്കാനുള്ളതാണ്. അപ്പോൾ പച്ച പപ്പായ ആയതുകൊണ്ട് ആദ്യം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. അപ്പോൾ ഇത് പപ്പായയൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് കൂടി ചേർക്കാം. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുകയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി 2 എണ്ണം ചേർക്കുകയാണ്. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ടാണ്. അപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവോളയും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല കളറായിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെജിറ്റബിൾസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വേവുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കണം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ വെജിറ്റബിൾസൊക്കെ കുക്കറിൽ 1 വിസിൽ വെച്ച് വേവിക്കാവുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ വെന്ത് ഉടഞ്ഞു പോകുകയൊന്നും വേണ്ട. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ആ വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇപ്പം നല്ല കുറുകിയ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറുകാൻ തുടങ്ങും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ശരിക്കും പറഞ്ഞാൽ ഈ പുളിങ്കറിയുടെ ടേസ്റ്റ് തന്നെ ഈ മസാലക്കൂട്ടാണ്. അപ്പം നല്ല ടേസ്റ്റാണ്, അതുപോലെ ഒരു പ്രത്യേക മണമാണ് ഇത് ചേർക്കുമ്പോൾ ഉണ്ടാവുന്നത് ഈ കറിക്ക്. മല്ലിയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും മുളകിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണം വരും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കുക. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വറുത്ത മസാലപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചു കൊടുക്കാം. ആ സമയം കൊണ്ട് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. നമ്മുടെ പുളിങ്കറിയൊക്കെ വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് ഇതുള്ളത്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പുളിങ്കറിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വറവ് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കറിവേപ്പിലേക്ക് കഴുകിയിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ ചേർക്കുന്നതിന് മുമ്പാണ് ഞാൻ കറിവേപ്പിലയും കടുകും ഒക്കെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോഴത്തേനും നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി കരിയാൻ പാടില്ല. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും, നല്ല മണവും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിങ്കറിയിലേക്ക് നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ അപ്പം തന്നെ ഓഫ് ചെയ്യണം. ഇനി കടുക് താളിച്ചതൊക്കെ കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെച്ചൊരു 10 മിനിറ്റ് നേരത്തേക്ക് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവൂ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഈ പുളിങ്കറി ശരിക്കും നമ്മൾ കറി വെച്ചതിൻ്റെ പിറ്റേ ദിവസം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പുട്ടിനാണെങ്കിൽ ഈ കറി നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.